ഹായ് ഓൾ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആവറേജിന്റെ പാർട്ട് 4 അഥവാ ഫൈനൽ പാർട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിനകത്ത് പുതുതായിട്ട് നമ്മളൊന്നും പഠിക്കുന്നില്ല, പഠിച്ച ബേസ് ചെയ്ത് തന്നെ ക്വസ്റ്റ്യൻസ് കുറച്ച് നോക്കുകയാണ് ചെയ്യുന്നത്. വന്നിട്ടുള്ള PYQ അതേപോലെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. സോ ഇതിനു മുന്നേ പാർട്ട് 1, 2, 3 കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് മാത്രം ദയവായി ഇത് കാണുവാൻ ശ്രമിക്കുക. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ഓഡ് നമ്പേഴ്സ് ഫ്രം 1 to 40? എളുപ്പമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യന്. നമ്മൾ ഓൾറെഡി കുറച്ച് ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓഡ് നമ്പേഴ്സിന്റെ സം എന്താണ്, ഈവൺ നമ്പേഴ്സിന്റെ ആവറേജ് എന്താണ്, അതൊക്കെ കുറെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. സോ നമുക്കറിയാം ഓഡ് നമ്പേഴ്സിന്റെ ആവറേജ് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഓഡ് നമ്പർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ആണ്. അതായത് ലാസ്റ്റ് ഓഡ് നമ്പർ ഇവിടെ എത്രയാണ്? ലാസ്റ്റ് ഓഡ് നമ്പർ ഇവിടെ 39 ആണ്. സോ 39 പ്ലസ് 1 by 2. അപ്പൊ ആവറേജ് എന്ത് വരും? 20 തന്നെ വരും. സോ 20 ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ. ഈസി അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദ ആവറേജ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് 19 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫോർമുല പഠിക്കുന്ന സമയത്ത് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ്? 2n into n plus 1 into 2n plus 1 by 3. അതേപോലെ തന്നെ ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സിന്റെ ആവറേജിന്റെ, അതായത് ഓഡ് നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ ആവറേജിന്റെ ഇക്വേഷനും നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. 2n plus 1 into 2n minus 1 by 3 ആണ്. സോ നമുക്കിവിടെ വേണ്ടത് ഈ ഒരു ടിക്ക് ചെയ്തേക്കുന്ന ഇക്വേഷൻ ആണ്. സോ അത് ഉപയോഗിച്ച് ഇപ്പൊ പറഞ്ഞ ആ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. സോ 2n into n plus 1 into 2n plus 1 by 3ക്കകത്ത് വേർ എന്നിന് പകരം എന്ത് ഇട്ടാ കൊടുത്താൽ മതി? 19 ഇട്ട് കൊടുത്താൽ മതി. സോ അത് കാൽക്കുലേഷൻ ചെയ്യാന്ന് വെച്ചാൽ 2 into 19 into n plus 1 എന്ന് പറയുമ്പോൾ 19 plus 1 20 വരും. 2n plus 1 2 into 19 plus 1 that is 38 plus 1 39 by 3 വരും. 3 39 നമുക്ക് ക്യാൻസൽ ചെയ്യാൻ 30 വരും. ഇനി കാൽക്കുലേഷൻ കുറച്ച് എളുപ്പമായിട്ടുണ്ട്. സോ എന്ത് ചെയ്യുക? അത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്തുവാൻ സാധിക്കും. സോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. ആവറേജ് വെയിറ്റ് ഓഫ് 5% സിറ്റിംഗ് ഇൻ എ ബോർഡ് ഈസ് 38 kg. ഓക്കെ, അപ്പോൾ ആവറേജ് വെയിറ്റ് ഓഫ് 5% ഇവിടെ എത്രയാണ് അത് പറഞ്ഞിരിക്കുന്നത്? 38 kg ആണെന്നാണ്, 38 kilogram ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇഫ് ദ ആവറേജ് വെയിറ്റ് ഓഫ് ദ ബോട്ട് ആൻഡ് ദ പേഴ്സൺ സിറ്റിംഗ് ഇൻ ദ ബോട്ട് ഈസ് 52 kg. അതായത് ആ ബോട്ടിന്റെയും ആ ബോട്ടിനകത്തിരിക്കുന്ന ആളുകളുടെയും കൂടെ വെയിറ്റിന്റെ ആവറേജ് എത്രയാണ്? 52 ആണ്. അങ്ങനെയാണെങ്കിൽ ബോട്ടിന്റെ വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. സോ വളരെ ഈസിയാണ്, നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം പറഞ്ഞിരിക്കുന്നത് ആവറേജ് വെയിറ്റ് ഓഫ് 5% സിറ്റിംഗ് ഇൻ എ ബോട്ട്. അവരുടെ ആവറേജ് വെയിറ്റ് 5%ന്റെ ആവറേജ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മ് ബൈ നമ്പർ. അവരെത്ര പേരുണ്ട്? 5 ആണല്ലേ. അപ്പൊ അവരുടെ സമ്മ് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുമല്ലോ. അതാണ് 38 എന്ന് പറയും. അപ്പൊ ഇതിനകത്തുനിന്ന് നമുക്ക് സമ്മ് കിട്ടും. സമ്മ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 38ഉം 5ഉം കൂടെ ഇൻഡു ചെയ്താൽ മതി. 38 into 5 എന്ന് കിട്ടും. ഓക്കെ, സോ 38 into 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 190 kilogram ആണ് 38 into 5 എന്ന് പറഞ്ഞാൽ. ഇനി അതേപോലെ തന്നെ ആവറേജ് വെയിറ്റ് ഓഫ് ബോട്ട് ആൻഡ് പേഴ്സൺ തന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ വെയിറ്റ് ഓഫ് ബോട്ട് പ്ലസ് ആ 5%ന്റെയും കൂടെ ടോട്ടൽ, അതായത് ബോട്ടിന്റെയും ആ 5%ന്റെയും കൂടെ ടോട്ടൽ വെയിറ്റ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അതായത് ഇതേപോലെ തന്നെ ആ ആവറേജ് എത്രയാണ് തന്നിരിക്കുന്നത്? 52നെ ആ ബോട്ടും കൂടെ ചേർത്ത് എത്ര കൗണ്ട് ചെയ്യണം? നമ്മൾ 6 ആയിട്ട് കൗണ്ട് ചെയ്യണം. ഓക്കെ, 52 into 6 ചെയ്യുമ്പോൾ 312 kg കിട്ടും. നോക്കിക്കേടാ, ബോട്ടും 5% ഉള്ള വെയിറ്റ് കിട്ടി, 5% മാത്രം വെയിറ്റ് കിട്ടി. അപ്പൊ ബോട്ടിന്റെ വെയിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? വെയിറ്റ് ഓഫ് ദ ബോട്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 312ൽ നിന്ന് 190 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 122 kg കിട്ടും. അതായിരിക്കും നമ്മുടെ വെയിറ്റ് ഓഫ് ബോട്ട് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആയോ? ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇത് നമുക്ക് വളരെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ആവറേജ് സാലറി പെർ head of all the workers in the workshop is rupees 850. If the average salary rupees 850 ആണ്. ഇനി ആവറേജ് സാലറി പെർ ഹെഡ് ഓഫ് 7 ടെക്നീഷ്യൻ rupees
1000 ആണ്. ആൻഡ് ആവറേജ് സാലറി പെർ ഹെഡ് ഓഫ് റെസ്റ്റ് ഈസ് 780. ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻ ദ വർക്ക്ഷോപ്പ്. എടാ, അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് എത്രയാണെന്ന് അറിയത്തില്ല. സോ ലെറ്റ് ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സിനെ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ഇനി ഓക്കെ, എക്സ് എന്ന് കൊടുത്താൽ അവിടെ ടോട്ടലി എത്ര വർക്കേഴ്സ് ഉണ്ട്? 850. അപ്പം അവരുടെ ആവറേജ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ആവറേജ് ഓഫ് 850 വർക്കേഴ്സ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ആവറേജ് പെർ ഹെഡ് ഓഫ് സാലറി ഓൾ ദ വർക്കേഴ്സ് ഇൻ ദ വർക്ക്ഷോപ്പ് ഈസ് 850. അതായത് അവിടെയുള്ള എല്ലാ വർക്കേഴ്സിൻ്റെയും കൂടെ ആവറേജ് എത്രയാണ് പറയുന്നത്? 850. അതായത് ആവറേജ് എന്ന് പറഞ്ഞാൽ 850 ഈക്വൽ ടു എന്താണ് നമുക്കറിയാം? സമ്മ് ബൈ നമ്പറാണ്. അവരുടെ ടോട്ടൽ സാലറി ബൈ നമ്പറാണ്. സോ നമുക്ക് എത്ര വർക്കേഴ്സ് ഉണ്ടെന്നാണ് എടുത്തേക്കുന്നത്? ഇവിടെ എക്സ് നമ്പർ എക്സ് ആയിട്ട് എടുത്തേക്കുന്നത്. സോ നമുക്ക് നോക്കിക്കേ, ഇവിടുത്തെ സമ്മ് ആ വർക്കേഴ്സിൻ്റെ എല്ലാം കൂടെ സാലറിയുടെ സമ്മ് നമുക്ക് എന്ത് കിട്ടാടാ? 850 ഇൻറ്റു എക്സ് എന്ന് കിട്ടിക്കൂടെ? അതായത് ആ ഒരു ഫാക്ടറിയിലെ വർക്കേഴ്സിൻ്റെ എല്ലാവരുടെയും കൂടെ സാലറിയുടെ സം എന്ത് കിട്ടി? 850 എക്സ് കിട്ടി. ഓക്കെ, 850 എക്സ് ഇനി ഈക്വൽ ആയിരിക്കും എന്ത്? ഇവിടെ 7 ടെക്നീഷ്യൻസിൻ്റെ ആവറേജ് സാലറി 1000 ആണ്. അപ്പം 7 ടെക്നീഷ്യൻസിൻ്റെ എന്താണ് സാലറിയുടെ സം എന്താണ്? 7 ഇൻറ്റു 1000. നമ്മളിപ്പോൾ ചെയ്ത് നോക്കിയാൽ 7 ഇൻറ്റു 1000 വരും. പ്ലസ് ബാക്കിയുള്ളവരുടെ ആവറേജ് ഇപ്പോൾ എത്ര പറയുന്നത്? 780. അപ്പൊ ടോട്ടൽ എക്സ് ആണ്. അതിനകത്തുനിന്ന് 7 പോയാൽ ബാക്കി എക്സ് മൈനസ് 7 വർക്കേഴ്സ് കാണും അല്ലേ? അവരുടെ ആവറേജ് സാലറി എത്ര പറഞ്ഞിരിക്കുന്നത്? 780. അത് ഇൻറ്റു ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരുടെ സം ഓഫ് സാലറി കിട്ടത്തില്ലേ? അപ്പം ഇത് ഈ ടോട്ടൽ ഈ 850 ഇൻറ്റു എക്സിന് ഈക്വൽ ആയിരിക്കും അല്ലേ? ഇത് നമ്മളൊന്ന് സോൾവ് ചെയ്യുമ്പോഴത്തേന് വി ഗെറ്റ് വാല്യൂ ഓഫ് എക്സ് ഈക്വൽ ടു 22. എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 22 കിട്ടും. അതായത് ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻ ദ വർക്ക്ഷോപ്പ് എന്താണ്? 22 വർക്കേഴ്സ് ആണ് ഉള്ളത്. മനസ്സിലായോ? സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ആൻഡ് എയറോപ്ലെയിൻ ട്രാവൽ 2500 കിലോമീറ്റർ, 1200 കിലോമീറ്റർ, 500 കിലോമീറ്റേഴ്സ്. ഏതൊക്കെ സ്പീഡിനാണ് അവർ ട്രാവൽ ചെയ്യുന്നത്? 500 കിലോമീറ്റർ പെർ അവറിന്, 400 കിലോമീറ്റർ പെർ അവറിന്, ഇവിടെ കിലോമീറ്റർ പെർ അവർ ആണ്. ഓക്കെ, ആൻഡ് 250 കിലോമീറ്റർ പെർ അവറിന്. ഇതാണ് അവരുടെ സ്പീഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്, സ്പീഡും തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഡിസ്റ്റൻസും സ്പീഡും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവറേജ് സ്പീഡ് കാണാനല്ലേ ക്വസ്റ്റ്യൻ. നമ്മൾ കുറച്ച് ഫോർമുലാസ് പഠിച്ചായിരുന്നു ആവറേജ് സ്പീഡിൻ്റെ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഫോർമുല യൂസ് ചെയ്യാതെ നമുക്ക് വേണമെങ്കിൽ എളുപ്പത്തിൽ ഞാൻ എന്താ പറയുന്നത് ആ ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് എത്താം. അല്ലാതെ എങ്ങനെ എത്താമെന്ന് ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാമല്ലോ. അപ്പം ടൈം അതായത് നമുക്കറിയാം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ്. നമ്മൾ സ്പീഡിൻ്റെ ചാപ്റ്ററിൽ പഠിക്കും. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ് സ്പീഡ് എന്ന് പറഞ്ഞു. ഇപ്പം ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായി? 4500 കിലോമീറ്റർ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എടാ ടൈം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് ടൈം എന്ന് പറഞ്ഞാൽ. അതായത് ഈ 2500-നെ 500 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ട്രാവൽ ചെയ്ത ടൈം കിട്ടും. അതായത് 5 hours എന്ന് കിട്ടും. ഇനി 1200-നെ 400 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 hours എന്ന് കിട്ടും. ഇനി 500-നെ 250 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 hours എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ ടൈം എത്രയായി? 5 + 3 + 2 10 hour ടോട്ടൽ എടുത്തു. അപ്പോൾ നമുക്കറിയാം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടെ എത്രയാണ്? 4500 കിലോമീറ്റർ. ടോട്ടൽ ടൈമോ 10 hour. സോ അതിനകത്ത് നിന്ന് നമുക്ക് ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 450 കിലോമീറ്റർ പെർ അവർ ആണ് എന്തടാ ആവറേജ് സ്പീഡ്. ഈ ഒരു ക്വസ്റ്റ്യന്റെ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 450 കിലോമീറ്റർ പെർ അവർ ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ദ മീൻ മാർക്ക് ഓഫ് 10 boys ഈസ് in a class is 70%, whereas mean mark of 15 girls എന്താണ്? 60% ആണ്. The mean mark of all the 25 students കണ്ടുപിടിക്കണം. അതായത് 10 boysഉം ഉണ്ട് 15 ഗേൾസും ഉണ്ട്. അവരുടെ സെപ്പറേറ്റ് മീൻ മാർക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കമ്പൈൻ ചെയ്തിട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം.
ഓക്കെ, സോ അതിന് നമ്മളൊരു ഫോർമുല പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം 10 ബോയ്സിന് 70%, 15 ഗേൾസിന് 60%. അതിൻ്റെ കമ്പൈൻഡ് ആവറേജ് കണ്ടുപിടിക്കുന്ന റേഷ്യോ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. N1x1 പ്ലസ് N2x2 ബൈ N1 പ്ലസ് N2 എന്ന് അല്ലേ. സോ ഇത് വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. N1 എന്ന് പറയുമ്പോൾ 10 ബോയ്സ് 70% ആണ്, പ്ലസ് N2 എന്ന് പറഞ്ഞാൽ 15 ഗേൾസിന് 60% ആണ്. ഈ N1ഉം N2 കൂടെ ആഡ് ചെയ്യുമ്പോൾ, അതായത് 10ഉം 15ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 25 കിട്ടും. ഇത് കിട്ടുമ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 1600/25 വിച്ച് ഈസ് ഈക്വൽ ടു 64. ഇവിടെ എന്താണ് നമ്മൾ കൊടുത്ത പെർസെൻറ്റേജ് അല്ലേ, 70%, 60%. സോ ആൻസർ വിൽ ബി 64% ആയിരിക്കും ആൻസർ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് ഈ ഒരു മെത്തേഡ് വെച്ച് എത്താൻ പറ്റും. ലെസ് ദാൻ 1 മിനിറ്റ് അല്ലെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് ഈ ഒരു ഇക്വേഷൻ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ഇത് എളുപ്പമാണ്. ആവറേജ് ഓഫ് 41 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ ഈസ് 49. ഓക്കെ, സോറി, ഞാനിപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒരു മൈന്യൂട്ട് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. സോ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ആവറേജ് മന്ത്ലി സാലറി ഓഫ് എ സ്റ്റാഫ് ഓഫ് 9 person is rupees 2,450. One member of the staff whose monthly salary is rupees 2,650 is transferred. Find out the average salary of the remaining 8% to the staff. നോക്കിക്കേ, ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചൊരു ഫോർമുല ബേസ് ചെയ്തതല്ലേ. അതായത് ഞാൻ ആ ഫോർമുല നിങ്ങളെ ഒന്ന് കാണിക്കാം. സോ ഈ ഒരു ഫോർമുല പോലെയല്ലേ, ആവറേജ് ഓഫ് n quantity is equal to x. When a quantity is removed, average becomes y. Value of removed quantity is n into x minus y plus y. ഈ ഒരു ഫോർമുല ബേസ് ചെയ്തല്ലേ ആ ഒരു ക്വസ്റ്റ്യൻ നിൽക്കുന്നത്. അതായത് ഇവിടെ n എന്ത് വരുവടാ, n എന്ന് പറഞ്ഞാൽ 9% ഉണ്ടല്ലേ. അപ്പം n എന്ന് പറഞ്ഞാൽ ഇവിടെ 9 വരും. ആൻഡ് എക്സ് എന്താണ്, ആവറേജ് ഓഫ് ആ 9% ആവറേജ് സാലറി പറഞ്ഞിട്ടുണ്ട് 2,450 വരും. ഇനി 1 മെമ്പറിൻ്റെ സ്റ്റാഫ് റിമൂവ് ചെയ്തു. ആക്ച്വലി അതായിരുന്നു നമുക്ക് ഈ കേസിൽ കണ്ടുപിടിക്കേണ്ടത്. അത് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്, 2,650 തന്നിട്ടുണ്ട്. ഇനി ആവറേജ് സാലറി ഓഫ് ദ റിമൈനിങ് 8%, അതായത് ഈ y ആണ് ആക്ച്വലി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഫോർമുല വെച്ച് ഒരു 2-3 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ കിട്ടും. അപ്പോൾ y ആണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വാല്യൂസ് എല്ലാം ഇതിനകത്തുനിന്ന് ഇട്ട് കൊടുക്കാം. n-ന് പകരം 9 കൊടുത്തു, ഇൻറ്റു 2,450 മൈനസ് y പ്ലസ് y ഈക്വൽ ടു 2,650 വരും. അതൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. 9 ഇൻറ്റു 2,450 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് 22,050 കിട്ടും. ഇതൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ 9y പ്ലസ് y ഈക്വൽ ടു 2,650 എന്ന് വന്നു. ഇനി ഇത് മൈനസ് 9y പ്ലസ് y അറിയാലോ, മൈനസ് 8y വരും. അതായത് 22,050 മൈനസ് 8y ഈക്വൽ ടു 2,650 എന്ന് വന്നു. അതിനകത്ത് മൈനസ് 8y എന്ന് പറഞ്ഞാൽ എന്ത് വരുവടാ, മൈനസ് 19,400 എന്ന് വരും. ഇതൊന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ 2,425 വരും. ഇതല്ല വേറൊരു മെത്തേഡ്, ഡയറക്റ്റ് മെത്തേഡ് ആണെങ്കിൽ അങ്ങനെയും സോൾവ് ചെയ്യും. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ആ മെത്തേഡ് ആയിരിക്കും കുറച്ചും കൂടെ ആപ്റ്റായിട്ട് തോന്നുന്നത്. അതായത് ആവറേജ് മന്ത്ലി സാലറി ഓഫ് 9% തന്നിട്ടുണ്ട് 2,450. സോ അവരുടെ ടോട്ടൽ സാലറി, ആ 9%ന്റെ നമുക്ക് ടോട്ടൽ സാലറി എന്ത് കാണാം, ആ ആവറേജ് ആയ 2,450 ഇൻറ്റു 9 ചെയ്താൽ മതി. അതാണ് ശരിക്കും 22,050, അതായത് 22,050 വരുന്നത്. ഓക്കെ, ഇനി ട്രാൻസ്ഫർ ചെയ്ത ആളുടെ സാലറി എങ്ങനെയാണ്, 2,650. അത് ഇതിനകത്ത് നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് ബാക്കി ആളുകളുടെ എന്ത് കിട്ടും, ബാക്കി ആളുകളുടെ സം ഓഫ് സാലറി കിട്ടും. ബാക്കി ആളുകളുടെ എന്ന് പറയുമ്പോൾ 19,400 കിട്ടും. ഇനി ഇതിൻ്റെ ആവറേജാണ് വേണ്ടത്. സോ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ 19,400നെ എത്ര ആൾക്കാരുണ്ട്, ബാക്കി ഒരാൾ പോയി. സോ ബാക്കി 8 ആൾക്കാർ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2,425 തന്നെ ആവറേജ് ആയിട്ട് കിട്ടും. ഈ മെത്തേഡ് എളുപ്പമാണെങ്കിൽ ഇത് ഫോളോ ചെയ്യാം. സോ ഈ ഒരു ആവറേജ് എന്ന ഈ പറഞ്ഞ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുകയായിരുന്നു. നമുക്ക് ഫിനിഷ് ക്വസ്റ്റ്യൻസ് ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ നിങ്ങളും കൂടെ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചത്. കുറച്ച് ഫോർമുലാസ് പഠിച്ചു. ഇതെല്ലാം തന്നെ ബൈ ഹേർട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ്, ഇതിനപ്പുറമായിട്ട് കണ്ടന്റ് പഠിക്കേണ്ടതില്ല, പക്ഷേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ
വൃത്തിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ആവറേജ് സ്പീഡിൻ്റെ പ്രോബ്ലവും ഫോമുലയും ഇതൊക്കെ വൃത്തിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. നോക്കുകയെ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മുടെ കോമ്പറ്റീറ്ററിന് അറിയുന്നുണ്ടാവില്ല. സോ അതൊക്കെ നമുക്കൊരു മാർക്ക് മേടിക്കാൻ ഗ്രഡ്ജാണ്. സോ പഠിക്കുക. ഹാപ്പി ലേണിംഗ്.